റിഡോക്സ് റിയാക്ഷൻസിൻ്റെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഡോക്സ് റിയാക്ഷൻസിൻ്റെ പല ക്ലാസിക്കൽ കോൺസെപ്റ്റുകൾ, ഇലക്ട്രോണിക് കോൺസെപ്റ്റ്, പിന്നെ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റുമായിരുന്നു. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഏത് സ്പീഷീസിൻ്റെ ആണോ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് അത് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടു എന്നും, ഏതിൻ്റെയാണോ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നത് അത് റെഡ്യൂസ്ഡ് ആയി എന്നുമാണ് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് നമ്മൾ കണ്ടത്. നമുക്കൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് അത് ഒന്നും കൂടി ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ഒരു കെമിക്കൽ റിയാക്ഷൻ സിങ്ക്, റോഡ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് മുക്കി വച്ചിരിക്കുകയാണ്. റിയാക്ഷൻ നടന്നിട്ട് സിങ്ക് സൾഫേറ്റ് കിട്ടുന്നു, മെറ്റാലിക് കോപ്പർ ഫ്രീ ആവുന്നു. ഈ കെമിക്കൽ റിയാക്ഷനകത്ത് ആരാണ് ഓക്സിഡൈസ്ഡ് ആയത്, ആരാണ് റെഡ്യൂസ്ഡ് ആയത് എന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടൊന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്കിതിലുള്ള ഓരോ എലമെൻറ്റുകളുടെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് റിയാക്ഷന് മുമ്പും അതിന് ശേഷവും ഒന്ന് എഴുതി നോക്കാം. ആദ്യം സിങ്ക് എന്ന് പറയുന്നത് എലമെൻ്റൽ ഫോമിലാണ്, അൺകമ്പൈൻഡ് ഫോമാണെന്ന് പറയാം. അത് മറ്റാരുമായിട്ട് കൂടിച്ചേർന്നിട്ടില്ല. എലമെൻ്റൽ ഫോമിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിങ്കിൻ്റെ സ്റ്റേറ്റ് ബിഫോർ റിയാക്ഷൻ 0 ആണ്. അടുത്തത് കോപ്പർ സൾഫേറ്റിലെ എല്ലാ സ്പീഷീസുകളുടെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് എന്ന് എഴുതുകയാണ്. കോപ്പർ സൾഫേറ്റ്, അതിൽ സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു റാഡിക്കലാണ്. സൾഫേറ്റ് റാഡിക്കലിൻ്റെ ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് -2 ആണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റിൽ SO4 ഗ്രൂപ്പിൻ്റെ ചാർജ് -2 ആണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉറപ്പായിട്ടും +2 ആയിരിക്കണം. കോപ്പർ സൾഫേറ്റിൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+. ഇനി വേണമെങ്കിൽ സൾഫേറ്റ് റാഡിക്കലിലെ സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. അത് നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്. സൾഫേറ്റ് റാഡിക്കലിൽ സൾഫറിൻ്റേത് +6 ആണ്, ഓക്സിജൻ്റേത് -2 ആണ്. ഒരൊറ്റ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാത്രമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ അതിൻ്റെ ടോപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ സിങ്ക് സൾഫേറ്റ്, അവിടെയും സൾഫേറ്റ് റാഡിക്കലുണ്ട്. സൾഫേറ്റ് റാഡിക്കൽ -2 ആയതുകൊണ്ട് സിങ്കിൻ്റേത് ഉറപ്പായിട്ടും +2 ആയിരിക്കണം. സൾഫേറ്റ് റാഡിക്കലിൽ സൾഫറിൻ്റേത് +6, ഓക്സിജൻ്റേത് -2. ലാസ്റ്റ് വൺ കോപ്പറാണ്. എലമെൻ്റൽ ഫോമിലാണ് നിൽക്കുന്നത്. കോപ്പറിൻ്റെ സ്റ്റേറ്റ് 0 ആണ്. അപ്പോൾ ഈ റിയാക്ഷനകത്തുള്ള എല്ലാ സ്പീഷീസുകളുടെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ അതാത് എലമെൻറ്റുകളുടെ ടോപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ സിങ്ക് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റിയാക്ഷൻ മുമ്പ് 0 ആയിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അത് +2 ആയിട്ട് കൂടിയിരിക്കുകയാണ്. 0യിൽ നിന്ന് +2 ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കണം. അപ്പോൾ ഇതിൽ ഓക്സിഡൈസ്ഡ് ആയ ആൾ സിങ്ക് ആണ്. സിങ്ക് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. സൾഫേറ്റ് റാഡിക്കൽ അങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് അതിലുള്ള സൾഫറിൻ്റെയോ ഓക്സിജൻ്റെയോ ഓക്സിഡേഷൻ നമ്പറിന് ഒരു ചേഞ്ചും ഇല്ല. പിന്നെ ഓക്സിഡേഷൻ നമ്പർ മാറ്റമുള്ള
എലമെൻറ്റ് കോപ്പർ സൾഫേറ്റിലെ കോപ്പറിൻ്റെ സ്റ്റേറ്റ് +2 നിന്ന് 0 ആയിട്ട് റെഡ്യൂസ്ഡ് ആയിരിക്കുകയാണ്, കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റെഡ്യൂസ്ഡ് ആയത് കോപ്പർ സൾഫേറ്റാണ്, അല്ലെങ്കിൽ അതിലെ Cu2+ ആണ് റെഡ്യൂസ്ഡ് ആയത്. കോപ്പർ സൾഫേറ്റ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇതേപോലെ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്സിഡൈസ്ഡ് ആയ സ്പീഷീസും റെഡ്യൂസ്ഡ് ആയ സ്പീഷീസും ഇക്വേഷൻ എഴുതി ഓക്സിഡേഷൻ നമ്പറിലുള്ള ചേഞ്ച് നോക്കിക്കൊണ്ട് ഡിറ്റർമിൻ ചെയ്യാം. അവിടെ വേറെ പോയിന്റ് പറയാൻ വേണമെങ്കിൽ, ആരാണോ ഓക്സിഡൈസ്ഡ് ആവുക അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ സിങ്കാണ് റെഡ്യൂസിങ് ഏജൻറ്റ്, കോപ്പർ സൾഫേറ്റ് ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ് KClO3. പൊട്ടാസ്യം ക്ലോറേറ്റ് എന്ന സോളിഡ് ഹീറ്റ് ചെയ്താൽ അത് ഡീകമ്പോസ് ചെയ്ത് പൊട്ടാസ്യം ക്ലോറൈഡും എലമെൻ്റൽ ഓക്സിജനെയും പ്രൊവൈഡ് ചെയ്യും. ഇതിൽ ഓക്സിഡൈസ്ഡ് ആയ സ്പീഷീസും റെഡ്യൂസ്ഡ് ആയ സ്പീഷീസും ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. KClO3 ഓരോ എലമെൻറ്റുകളെയും കാണുന്നത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് താഴെ എഴുതി നോക്കാം. പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റാണ്, +1 സ്റ്റേറ്റിലാണ്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയില്ല, നമുക്കതിനെ X എന്നങ്ങ് അസ്യൂം ചെയ്യാം. ഓക്സിജൻ ആറ്റം 3 പേരാകുമ്പോൾ അതിന് -6 ആണ്. എല്ലാത്തിൻ്റെ കൂടെ സമ്മ് 0. എക്സിന് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ +5 എന്ന് കിട്ടും. അപ്പോൾ പൊട്ടാസ്യം ക്ലോറേറ്റിലെ ഓരോ സ്പീഷീസുകളുടെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് ടോപ്പിൽ റെപ്രസെൻ്റ് ചെയ്താൽ പൊട്ടാസ്യത്തിൻ്റേത് +1, ക്ലോറിൻ്റേത് +5, ഓക്സിജൻ്റെ ഒരു ഓക്സിജൻ ആറ്റം മാത്രം എഴുതിയാൽ -2. പൊട്ടാസ്യം ക്ലോറൈഡ് നമുക്കറിയാം, പൊട്ടാസ്യത്തിൻ്റേത് +1, അപ്പോൾ ക്ലോറിൻ്റേത് -1. എലമെൻ്റൽ ഓക്സിജൻ ആയതുകൊണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്ലോറിൻ്റേത് +5 നിന്ന് -1 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. സോ പൊട്ടാസ്യം ക്ലോറേറ്റ് എടുത്താൽ അതിലെ ക്ലോറിനാണ് റെഡ്യൂസ്ഡ് ആയത്. ഓക്സിജൻ്റെ സ്റ്റേറ്റ്, പൊട്ടാസ്യം ക്ലോറേറ്റിലെ ഓക്സിജൻ്റെ സ്റ്റേറ്റ് -2 നിന്ന് 0 ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. സോ പൊട്ടാസ്യം ക്ലോറേറ്റിലെ ഓക്സിജനാണ് ഓക്സിഡൈസ്ഡ് ആയത്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ കിട്ടിയാൽ ഓക്സിഡൈസ്ഡ് ആയ സ്പീഷീസും റെഡ്യൂസ്ഡ് ആയ സ്പീഷീസും നമുക്കിതേപോലെ ഡിറ്റർമിൻ ചെയ്യാം. അടുത്തത് റിഡോക്സ് റിയാക്ഷൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. റിഡോക്സ് റിയാക്ഷനെ തന്നെ റിയാക്ഷൻ്റെ നേച്ചർ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പല രീതിയിൽ തരം തിരിക്കാം. അതിൽ ഫസ്റ്റ് ടൈപ്പ് റിയാക്ഷൻസ് കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുക. കോമ്പിനേഷൻ റിയാക്ഷൻ. ഒരു സിമ്പിൾ ജനറൽ ഫോർമുല പറഞ്ഞാൽ
എ പ്ലസ് ബി ഗിവ്സ് സി ടൈപ്പ് റിയാക്ഷൻസിനെയാണ് കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുക. അതിൽ എയും ബിയും രണ്ടുപേരും എലമെൻറ്റുകളാകാം, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ മാത്രം എലമെൻ്റ് ആയാലും നമ്മൾ ആ റിയാക്ഷനെ കോമ്പിനേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ചില എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്താൽ, കാർബൺ ഓക്സിജൻ കോമ്പിനേഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. രണ്ടും എലമെൻറ്റുകളായിട്ട് നിൽക്കുന്ന റിയാക്ഷനാണ്. ഇനി വേറൊരു എക്സാമ്പിൾ, മീഥേൻ എന്ന ഒരു കോമ്പൗണ്ട് ഓക്സിജനുമായിട്ട് കൂടിച്ചേരുന്ന റിയാക്ഷൻ. മീഥേൻ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നാലും കമ്പൈൻ ചെയ്താലും കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടറാണ്. ഈ മോഡൽ റിയാക്ഷൻസിനെ നമ്മൾ കോമ്പിനേഷൻ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. രണ്ടും എലമെൻറ്റുകൾ തന്നെ ആവണം നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എലമെൻ്റൽ ഫോമിൽ നിന്നാൽ മതി. രണ്ടാമത്തെ ടൈപ്പ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അത് കോമ്പിനേഷൻ റിയാക്ഷൻ്റെ റിവേഴ്സ് ആണ് എന്ന് വേണേൽ പറയാം. ഒരു കോമ്പൗണ്ട് വിഘടിച്ചിട്ട് കമ്പോണൻറ്റുകളായിട്ട് മാറുക, അതിൻ്റെ ഘടകങ്ങളായിട്ട് മാറുക. അതിലൊരാളെങ്കിലും എലമെൻ്റ് ആകണമെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ വാട്ടർ ഡീകമ്പോസ് ചെയ്താൽ അതിൻ്റെ ഘടകങ്ങളായ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫോം ചെയ്യും. രണ്ടും എലമെൻ്റൽ ഫോമിൽ നിൽക്കുന്ന സ്പീഷീസുകളാണ്. വേറൊന്ന് പൊട്ടാസ്യം ക്ലോറേറ്റ് ഡീകമ്പോസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പൊട്ടാസ്യം ക്ലോറേറ്റ് ഡീകമ്പോസ് ചെയ്താൽ പൊട്ടാസ്യം ക്ലോറൈഡും കിട്ടും, ഓക്സിജനും കിട്ടും. അതിലൊരു സ്പീഷീസ് ഒരു കോമ്പൗണ്ടാണ്, അടുത്ത ആളൊരു എലമെൻ്റാണ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്തതിൻ്റെ കമ്പോണൻറ്റുകളായിട്ട് മാറുക. അറ്റ്ലീസ്റ്റ് അതിലൊരാളെങ്കിലും എലമെൻ്റൽ ഫോമിലാണെങ്കിൽ അതിനെ നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും റിഡോക്സ് റിയാക്ഷൻസ് ആവണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പഠിക്കുന്ന കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസിഷൻ, കക്ക നീറ്റിയാൽ അത് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്ന ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. പക്ഷേ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല. കാരണം ഈ റിയാക്ഷനകത്ത് ഒരു സ്പീഷീസിൻ്റെ പോലും ഓക്സിഡേഷൻ നമ്പർ റിയാക്ഷൻ ഫലമായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഇതിൽ കാൽസ്യം +2 സ്റ്റേറ്റിലാണ്, കാർബണേറ്റിലെ കാർബൺ +4 ആണ്, ഓക്സിജൻ -2, കാൽസ്യം ഓക്സൈഡിലും കാൽസ്യം +2, ഓക്സിജൻ -2, കാർബൺ +4, ഓക്സിജൻ -2. ഒരു സ്പീഷീസിൻ്റെ പോലും ഓക്സിഡേഷൻ നമ്പർ ഇവിടെ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്, പക്ഷെ ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല. ഇപ്പോൾ ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും റിഡോക്സ് റിയാക്ഷൻ ആവണമെന്ന് നിർബന്ധം ഇല്ല. മൂന്നാമത്തെ ടൈപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആണ്. ഒരാൾ ആദേശം ചെയ്ത് മറ്റൊരാൾ വരിക എന്നൊക്കെ മലയാളത്തിൽ പറയും. ജനറൽ ഫോർമുല വേണമെങ്കിൽ പറഞ്ഞാൽ എക്സ് എന്ന ഒരു എലമെൻറ്റ് അത് YZ എന്നൊരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്ത് XZ കിട്ടി,
വൈയും കിട്ടി. ഇവിടെ നടന്നിരിക്കുന്നത് YZ എന്ന കോമ്പൗണ്ടിൽ നിന്ന് Y എന്ന എലമെൻറ്റിനെ X ഡിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ്. Yയെ തള്ളി മാറ്റിയിട്ട് അവിടെ X കയറി കൂടിയിരിക്കുകയാണ്. ഈ മോഡൽ റിയാക്ഷൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് വിളിക്കുക. ഈ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ആൾ ഒരു മെറ്റലാണോ അതോ നോൺ മെറ്റലാണോ എന്ന് നോക്കിയിട്ട് നമുക്കതിനെ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾസ് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ട റിയാക്ഷൻ തന്നെയാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്ക് റോഡ് ഇമ്മേഴ്സ് ചെയ്താൽ ഇവർ റിയാക്ട് ചെയ്ത് സിങ്ക് സൾഫേറ്റ് ആണ് ഒരു പ്രോഡക്റ്റ്. ഡിസ്പ്ലേസ്ഡ് ആയ ആൾ മെറ്റാലിക് കോപ്പറാണ്. അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റലിന് കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാം. ഒരു മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ആളാണ്. അതുകൊണ്ടാണ് സിങ്ക് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഇനിയൊരു നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ, സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന, വളരെ വിഗറസായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ്. സോഡിയം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഈ പറഞ്ഞ റിയാക്ഷനകത്ത് വെള്ളത്തിനകത്തുള്ള ഹൈഡ്രജനെയാണ് മെറ്റാലിക് സോഡിയം ഡിസ്പ്ലേസ് ചെയ്തത്. അപ്പോൾ ഹൈഡ്രജൻ എന്ന നോൺ മെറ്റലിനെ ഒരു മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാം. വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു നോൺ മെറ്റലിന് വേണമെങ്കിൽ മറ്റൊരു നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാം. നമുക്കൊരു ഹാലോജൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പറയാം. പൊട്ടാസ്യം അയോഡൈഡിൻ്റെ ഒരു ജലീയ ലായനി അക്വസ് സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് ബ്രോമിൻ ട്രീറ്റ് ചെയ്താൽ അയഡിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ഹാലജനായ ബ്രോമിൻ. അതുകൊണ്ട് അയഡിനെ ഡിസ്പ്ലേസ് ചെയ്ത് അവിടെ ബ്രോമിൻ കയറി കൂടും. കിട്ടുന്ന പ്രോഡക്റ്റ് പൊട്ടാസ്യം ബ്രോമൈഡ് കിട്ടും. എലമെൻ്റൽ അയോഡിൻ ഫ്രീ ആകും. അപ്പോൾ ഒരു നോൺ മെറ്റൽ മറ്റൊരു നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. ഈ റിയാക്ഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലിബറേറ്റ് ചെയ്യുന്ന അയഡിന് ഒക്കെ കളേർഡാണ്, വയലറ്റ് കളേർഡാണ്. ഈ കളറൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ഹാലജൻ ആരാണെന്ന് വേണമെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാം. ഇങ്ങനെ നമ്മൾ കെമിസ്ട്രി ലാബുകളിൽ ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റിനെ ലെയർ ടെസ്റ്റ് എന്നാണ് വിളിക്കുക. ഫോം ചെയ്യുന്ന അയഡിൻ സോൾവൻ്റായ കാർബൺ ടെട്രാക്ലോറൈഡിൽ ഡിസോൾവ് ചെയ്ത് കളർ പ്രൊവൈഡ് ചെയ്യും. ആ കളർ നോക്കി ഡിസ്പ്ലേസ്ഡ് ആയ ഹാലജൻ ആരാണ് നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ലെയർ ടെസ്റ്റ് എന്ന് വിളിക്കുക. റിഡോക്സ് റിയാക്ഷൻ്റെ ലാസ്റ്റ് കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്.
ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് പറയുക. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ എഴുതി തന്നെ അതൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ക്ലോറിൻ വാതകം സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ അക്വസ് സൊല്യൂഷനിൽ കൂടി, ജലീയ ലായനിയിൽ കൂടി കടത്തിവിട്ടാൽ കിട്ടുന്ന കോമ്പൗണ്ടുകൾ ഞാനൊന്ന് എഴുതുവാണ്. NaClO പ്ലസ് NaCl പ്ലസ് H2O. ഈ പറഞ്ഞ റിയാക്ഷനത്തുള്ള എല്ലാ എലമെൻറ്റുകളുടെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമുക്ക് അതാത് സ്പീഷീസുകളുടെ മുകളിലൊന്ന് എഴുതി നോക്കാം. ക്ലോറിൻ എലമെൻ്റൽ ഫോമിൽ നിൽക്കുന്ന സ്പീഷീസാണ്. സോ റിയാക്ഷൻ മുമ്പ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരുന്നു. NaOH സോഡിയത്തിൻ്റേത് കോമൺ സ്റ്റേറ്റ് നമുക്കറിയാം +1 ആണ്. ഹൈഡ്രജൻ്റെ കോമൺ സ്റ്റേറ്റും +1 ആണ്. ഓക്സിജൻ്റേത് -2 ആണ്. NaClO നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള സ്പീഷീസാണ്. വേണമെങ്കിൽ താഴെ ഒന്ന് എഴുതി ഒന്ന് സോൾവ് ചെയ്യാം. NaClO സോഡിയത്തിൻ്റേത് +1, ക്ലോറിൻ്റേത് ഞാൻ X എന്നെടുത്തു, ഓക്സിജൻ്റേത് -2. ഇതെല്ലാം കൂടി സം ചെയ്താൽ 0 കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് X = +1 എന്നാണ്. അപ്പം NaClOയിൽ സോഡിയത്തിൻ്റെ സ്റ്റേറ്റ് +1, ക്ലോറിൻ്റേതും +1, ഓക്സിജൻ്റേത് -2. അടുത്ത സോഡിയം ക്ലോറൈഡാണ്. സോഡിയത്തിൻ്റെ സ്റ്റേറ്റ് +1 ആണെന്ന് നമുക്കറിയാം, ക്ലോറിൻ്റേത് -1. വാട്ടർ മോളിക്യൂളിൽ ഹൈഡ്രജൻ്റെ അറിയാം +1, ഓക്സിജൻ്റെ -2. ഇപ്പോൾ ഈ പറഞ്ഞ റിയാക്ഷനകത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിയാക്ഷൻ എല്ലാ സ്പീഷീസുകളുടെയും ഓക്സിഡേഷൻ നമ്പറാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ആരാണ് ഇനി ഓക്സിഡൈസ്ഡ് ആയത്, ആരാണ് റെഡ്യൂസ്ഡ് ആയത് എന്ന് നോക്കുവാണ്. ബിഫോർ റിയാക്ഷൻ ക്ലോറിൻ എന്ന് പറയുന്ന 0 സ്റ്റേറ്റിൽ നിന്നിരുന്ന സ്പീഷീസാണ്. ക്ലോറിൻ്റേത് 0ൽ നിന്ന് NaClOയിൽ +1 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലോറിൻ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയത് കൊണ്ട് ക്ലോറിനാണ് ഓക്സിഡൈസ്ഡ് ആയത്. നോക്കുമ്പോൾ അതേ ക്ലോറിൻ്റെ തന്നെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് NaClൽ -1 ആയിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതേ ക്ലോറിൻ തന്നെയാണ് റെഡ്യൂസ്ഡ് ആയത്. പ്രത്യേകതയേ ഉള്ളൂ, ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് സെയിം സ്പീഷീസ് തന്നെയാണ് ഓക്സിഡൈസ്ഡ് ആകുന്നതും റെഡ്യൂസ്ഡ് ആകുന്നതും എങ്കിൽ ആ റിയാക്ഷനെ ആണ് നമ്മൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഈ കേസിൽ ആ സെയിം എലമെൻറ്റ് തന്നെ കുറച്ച് ഭാഗം ഓക്സിഡൈസ്ഡ് ആയി കുറച്ച് ഭാഗം റെഡ്യൂസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നടത്താനായിട്ട് ക്ലോറിനെ സഹായിച്ചത് ക്ലോറിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിയുമെന്ന പ്രോപ്പർട്ടിയാണ്. ക്ലോറിന് 0 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിവുണ്ട്, +1 സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാൻ കഴിവുണ്ട്, -1 സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാൻ കഴിവുണ്ട്. അപ്പം മിനിമം 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിലും എക്സിബിറ്റ് ചെയ്യുന്ന സ്പീഷീസുകൾ മാത്രമാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എക്സിബിറ്റ് ചെയ്യുള്ളൂ.
അപ്പോൾ ഈ കേസിൽ ക്ലോറിനാണ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലോറിൻ തന്നെ ഓക്സിഡൈസ്ഡായി, ക്ലോറിൻ തന്നെ റെഡ്യൂസ്ഡുമായി. ഡിസ്പ്രൊപ്പോർഷനേഷൻ ഏറ്റവും സിമ്പിൾ റിയാക്ഷൻ പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, ഇതൊരു സ്പെഷ്യാലിറ്റി ഉള്ള കോമ്പൗണ്ടാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന കെമിക്കൽ ഡിക്കമ്പോസ് ചെയ്ത് ലിക്വിഡ് വാട്ടറും എലമെൻ്റൽ ഓക്സിജനുമായിട്ടാണ് ഇത് ഡീകമ്പോസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഹൈഡ്രജൻ്റെ സ്റ്റേറ്റ് +1 തന്നെയാണ്, മാറ്റമൊന്നുമില്ല, +1. പെറോക്സൈഡുകളിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 അല്ല, അത് -1 ആണ്. അതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇൻ ഓൾ പെറോക്സൈഡ്സ് ഓക്സിജൻ ഈസ് ഇൻ ദ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കിട്ടിയ പ്രോഡക്റ്റ് വാട്ടറാണ്. വാട്ടറിൽ ഹൈഡ്രജൻ്റേത് +1, ഓക്സിജൻ്റേത് കോമൺ സ്റ്റേറ്റ് തന്നെ -2. അടുത്ത എലമെൻ്റൽ ഓക്സിജനാണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. പരിശോധിച്ചാൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 നിന്ന് -2 ആയിട്ട് വാട്ടർ മോളിക്യൂളിലേക്ക് മാറുമ്പോൾ -2 ആയിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിലെ ഓക്സിജനാണ് ഈ കേസിൽ റെഡ്യൂസ്ഡ് ആയിരിക്കുന്നത്. അതേ ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെയാണ് -1 എന്ന സ്റ്റേറ്റിലെ ഓക്സിജനെ 0 സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. -1 നിൽക്കുന്ന ഓക്സിജൻ 0യിലേക്ക് എത്തിയ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടി ഓക്സിഡൈസ്ഡായി. അപ്പോൾ ഈ കേസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ ആ സ്പീഷീസ് തന്നെയാണ് ഓക്സിഡൈസ്ഡ് ആയതും റെഡ്യൂസ്ഡ് ആയതും. അപ്പോൾ ഇതും ഒരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. അപ്പോൾ ഡെഫിനിഷൻ ഒന്നുകൂടി പറയുന്നു. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഒരേ സ്പീഷീസ് തന്നെ ഓക്സിഡൈസ്ഡ് ആവുകയും റെഡ്യൂസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുലർ എലമെൻറ്റ് തന്നെ ഓക്സിഡൈസ്ഡ് ആവുകയും റെഡ്യൂസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക.